ആ സീൻ ഞങ്ങള് ആദ്യത്തെ ദിവസം മറ്റേ എന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് വയലൻസും കാര്യമൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വെളുപ്പിന് 4 മണിക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ സംഭവം കോപ്പി ചെയ്ത് എന്നിട്ട് കാർഡ് ഫ്രീ ആക്കിയിട്ട് ഇവര് ആ സ്ഥലത്തോട്ട് വന്നു. ഞാൻ വീടിന്റെ അവിടെ, എന്റെ വീടിന്റെ അവിടെ കുറച്ച് ദൂരമുള്ളൂ. അവിടെ ചെന്ന് അല്ലെ ഒറിജിനൽ ചെയറായിരുന്നു. മേക്കപ്പ് ഒന്നും ഇല്ല. അത് ആ ചെയർ എന്ന് പറയുമ്പോ ചാണകം ഉണ്ടല്ലോ, ചാണകവും ചെളിയും ചേറും ഒക്കെയാ. ദേഹത്തെല്ലാം തേച്ചു, എല്ലായിടത്തും തേച്ചു. പക്ഷെ കണ്ണകി ഒരു പ്രാവശ്യം പോലും ചിരിച്ചില്ല കേട്ടോ. ഇപ്പം ചിരിച്ചു. ആ സമയത്ത് ഡബ് ചെയ്തപ്പോഴും ചിരിച്ചില്ല. അത് ഞാൻ കണ്ണകിനെ സമ്മതിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണകി ചിരിച്ചേ ഇല്ല. വേറൊരാളാണെങ്കിൽ ചിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഒരു കോമഡി നടന്ന് ലാസ്റ്റ് സ്റ്റിൽ എടുക്കുവാണ്. ഇങ്ങനെ ഞാൻ നിൽക്കുവാണ്, ന്യൂഡായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഈ കൈയും പിടിച്ച്. ഉടനെ പള്ളിയിൽ ഒരു മണി അടിക്കും. കറക്റ്റ് സമയത്ത് ഞാൻ അപ്പം പെട്ടെന്ന് താഴോട്ട് നോക്കുകയും ചെയ്തു, ഈ സൗണ്ട്. അല്ല, ഞാൻ ഇപ്പൊ ഇതുപോലെ നമ്മുടെ മലയാള സിനിമയിലൊന്നും അങ്ങനെ ആൾക്കാർ അധികം ചെയ്തിട്ടൊന്നുമില്ല. സാധാരണ അതാ ഞാനും പറഞ്ഞ, ഇതുവരെ ഒന്നിലും അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല, ഒരിടത്തും കണ്ടിട്ടില്ല. നമ്മള് ഞാൻ പറയാം, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ കലാമണി ചേട്ടൻ ചെയ്തിട്ടുണ്ട് കരിമാടിക്കൂട്ടലില്, അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കമല, അതൊക്കെ തോർത്തുണ്ടായിരുന്നില്ലേ? ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് ചെയ്തിട്ടുണ്ട്. കോമഡി ആണെങ്കിലും പുള്ളി അത്, പക്ഷെ ഒരു മിനിറ്റ് ഓഫ് അതല്ല. ഇതൊരു സീരിയസ് ഇഷ്യൂവിൽ നിന്നാണ് നമ്മൾ ഈ സീൻ എടുക്കുന്നത്. കോമഡി അല്ല ഇത്. അങ്ങനെ ന്യൂഡിറ്റി, ഒരു സെക്സോ അങ്ങനെ സംഭവം ഒന്നും അല്ല. ഈ കേരളത്തില് ഉണ്ടായ ഒരു ഹണി ട്രാപ്പിൽ പെട്ട ഒരു ചെറുപ്പക്കാരന് ഉണ്ടായ യഥാർത്ഥ സംഭവത്തിൽ അയാൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ട്രോമയാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ കഥയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഹണി ട്രാപ്പ് അല്ല എന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാത്ത ഹണി ട്രാപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പൊ നിലവില് പല രീതിയിലും നമ്മുടെ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും, ചെറുപ്പക്കാർക്കും പെൺകുട്ടികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ക്രൈം ഈ ഡിജിറ്റൽ യുഗത്തിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത്. അപ്പൊ ഈ സംഭവമാണ് നമ്മൾ ഈ പാനി എന്ന് പറഞ്ഞ കഥയിലേക്ക് മാറ്റിയാണ്. പാനി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ആപ്പ് പോലത്തെ ഒരു ആപ്പിന്റെ പേരാണ്. ആ ആപ്പിലൂടെ നടക്കുന്ന ക്രൈമിനെയാണ് നമ്മൾ ഈ കഥയിലൂടെ ചെറുതായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്, പരിമിതികളുടെ ഉള്ളിൽ നിന്നിട്ട്.